ഡേ 3 ഒരു ഡീപ്പ് സ്ലീപ്പൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഒരു ടിപ്പിക്കൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ആവറേജ്. അങ്ങനെ അതൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവായിരുന്നു. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഗോവ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോണ്ടെയിൻ ഹാസും അതേപോലെ തന്നെ ബോം ജീസസ് ചർച്ചും. ഇത് രണ്ടും അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഗോവയിൽ പോകുന്ന എല്ലാവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുന്ന രണ്ട് പ്ലേസസ് ആണിത്. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇവിടെ വരുവാണെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടായ ഫോണ്ടെയിൻ ഹാസിലെത്തി. ഇതേ ഈ ഒരു ജോസഫ് ബാർ എന്ന് കാണുന്നില്ലേ, ഇത് കണ്ട് നല്ല പരിചയം ഉണ്ടാകും. ബിക്കോസ് എല്ലാ റീൽസിലും ഗോവൻ റീൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ജോസഫ് ബാർ ഉണ്ടായിരിക്കും. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ജോസഫ് ബാർ. ഇവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫെനി ഈ ഒരു ജോസഫ് ബാറിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെ ഈ ഒരു ഫൗണ്ടെയിൻ ഹാസ് എന്ന് പറയുന്നത് പോർച്ചുഗീസ് കോളനി എന്നാണ് പറയുന്നത്. ബിക്കോസ് പോർച്ചുഗീസുകാർ കുറേ പേരൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഗോവയിൽ താമസിക്കുന്നുണ്ട്. അപ്പം അവർ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പോർച്ചുഗീസ് കോളനി അഥവാ ഫൗണ്ടെയിൻ ഹാസ്. അത്രയ്ക്കും ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ആൻഡ് വീഡിയോസിനും റീൽസിനൊക്കെ അടിപൊളി ലൊക്കേഷനാണ്. കണ്ടു കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയിലുള്ള ഫ്രഞ്ച് കോളനി പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും എനിക്ക് തോന്നുന്നു പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനിയാണ് ഇതിനേക്കാളും ബ്രൈറ്ററായിട്ട് കുറച്ചും കൂടെ എനിക്ക് കളർഫുള്ളായിട്ട് ഫീൽ ചെയ്തത്. ഫോണ്ടെയിൻ ഹാസ് തന്നെയുള്ളൊരു കഫേയാണിത്. അവിടെയൊക്കെ നടന്ന് ടയേർഡാവുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കൂൾ ഡ്രിങ്ക്സും കുറച്ച് പേസ്ട്രീസും അല്ലെങ്കിൽ സ്നാക്സൊക്കെ ട്രൈ ചെയ്യാം. ഇവിടുത്തെ പേസ്ട്രീസാണ് ദി ബെസ്റ്റ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടത് ബോം ജീസസ് ചർച്ചിലേക്കാണ്. ഓൾഡ് ഗോവയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം ഗോവയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷമാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന വെള്ളി കൊണ്ട് തീർത്ത പെട്ടി വിശ്വാസികൾക്കായിട്ട് കാണാനായിട്ട് പുറത്തു വയ്ക്കുന്നത്. 10 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെയൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഗോവയിൽ ഈ വർഷം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൻഡ് പ്രത്യേകിച്ചും ഈ ഒരു ചേർച്ചിൻ്റെ ഏരിയയിൽ. പിന്നെ പള്ളിയുടെ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ഇട്ടവരെ മാത്രമേ അവർ എൻ്റർ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഡ്രസ്സിൻ്റെ ലെങ്ത്ത് നീ ലെവലിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം. സ്ലീവ്ലെസ് ആണെങ്കിൽ നമ്മൾ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിരിക്കണം. ഞങ്ങൾ 3 പേരും അവരുടെ ക്രൈറ്റീരിയയിൽ ഫിറ്റിൻ ആവാത്ത ആൾക്കാരായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അവരുടെ വിശ്വാസങ്ങളോ ഒന്നും തന്നെ ബ്രേക്ക് ചെയ്യാൻ പോയില്ല. ഞങ്ങൾ ആ ഒരു പുറം ഭാഗം നമ്മൾക്ക് എത്ര ദൂരത്ത് വരെ പോയി കാണാൻ പറ്റുമോ അത്രയും ഞങ്ങൾ പോയുള്ളൂ. അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിനകത്തോട്ട് ഞങ്ങൾ കയറാൻ ട്രൈ ചെയ്തില്ല. ബിക്കോസ് അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആണ്. സോ ഞങ്ങൾ ഈ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് മാക്സിമം എൻജോയ് ചെയ്തു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ആൻഡ് ആ ഒരു പള്ളി കാണാനും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.
ഫൈനലി എല്ലാ ട്രിപ്പിലും നമ്മൾ ചെയ്യുന്ന പോലെ വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കൊണ്ടുപോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ കുറച്ച് ഷോപ്സിലൊക്കെ കയറി. എല്ലായിടത്തും അവർ പറയുന്നത് അവിടുത്തെ കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ കാജു ആണ് ഗോവയിലെ ഫേമസ് എന്ന്. ആൻഡ് എല്ലാ സ്വീറ്റ്സും കാജു കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. കുറേ ചോക്ലേറ്റ് കോട്ടഡ് അല്ലെങ്കിൽ സ്ട്രോബെറി കോട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാഷ്യൂ നട്ട്സ്. അങ്ങനെ അവിടുന്ന് കുറച്ച് കാഷ്യൂ നട്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഡേ 2 വീഡിയോയിൽ പറഞ്ഞ ആ ഒരു സ്ട്രീറ്റിലേക്കാണ്. ടിറ്റോസ് ലെയിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഗോവയിൽ നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറച്ച് അടിപൊളിയായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിലേക്ക് വരിക. നൈറ്റ് ഒരു 10:30 വരെയൊക്കെ ഷോപ്പ് ചെയ്തിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഗോവൻ ട്രിപ്പ് എനിക്ക് കിട്ടി. 4 days ലോങ് ട്രിപ്പായിരുന്നു. ഗോവനോട് ഗുഡ് ബൈ പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഓഫ് ദ ഫ്രീഡം യു ഹാവ് ദർ ആൻഡ് ഓവറോൾ ഒരു വൈബാണ് അവിടെ. എനിവേയ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫൈനലി നമ്മളുടെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. 2025 ഇതുപോലെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കൊണ്ട് ഫ്രിഡ്ജ് നിറയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ദ ഫാമിലി ഫോർ മോർ സച്ച് വീഡിയോസ്. ബൈ.